നമസ്കാരം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനു ശേഷം ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാൻ വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. അനുനയ കൂടിക്കാഴ്ച നടത്തി പുറത്തുമിറങ്ങി. അബിൻ വർക്കിയും അൻവർ സാദത്തും ചേർന്നാണ് സതീശനെ സ്വീകരിച്ചത്. ചെന്നിത്തല വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നില്ല. ജോസഫ് വാഴയ്ക്കനും വീട്ടിലുണ്ട്. പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെയാണ് സതീശൻ ചെന്നിത്തലയുടെ വീട്ടിലെത്തിയത്. സതീശനെ കണ്ടയുടൻ പിണറായി ഇറങ്ങി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ചായ കുടിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചുമാണ് സതീശൻ മടങ്ങിയത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ചെന്നിത്തല അതൃപ്തി പ്രകടമാക്കിയിരുന്നു. സീനിയോറിറ്റി പരിഗണിച്ചില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് വേണമെന്നും ജോസഫ് വാഴയ്ക്കിനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നുമാണ് ചെന്നിത്തലയുടെ നിലവിലെ ആവശ്യം. ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്നും ചെന്നിത്തല പറയുന്നു. അതേസമയം ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം നൽകുന്നതിൽ വി.ഡി. സതീശൻ ക്യാമ്പ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി തീരുമാനത്തിലെ അമർഷത്തിൽ നിയമസഭാ കക്ഷിയോഗം ബഹിഷ്കരിച്ച് ഗുരുവായൂരിലേക്ക് പോയ രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെയാണ് തലസ്ഥാനത്ത് തിരിച്ചെത്തിയത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നും മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നുമായിരുന്നു ചെന്നിത്തലയുടെ ആദ്യ പ്രതികരണം. മന്ത്രിസഭയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് ചെന്നിത്തല ഉത്തരം നൽകിയില്ല. എന്നാൽ വി.ഡി. സതീശൻ സന്ദർശനത്തിന് കാക്കാതെ രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അതിനുശേഷമാണ് തിരികെ എത്തിയത്. അസമയം ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ചേരാൻ വി.ഡി. സതീശൻ നേരിട്ട് ക്ഷണിക്കുമെന്നാണ് വിവരം. മികച്ച വകുപ്പ് നൽകി അനുനയിപ്പിക്കാനാണ് നീക്കം. ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരണമെന്ന നിലപാടിലാണ് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവർക്കുമുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാകും കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യത. മന്ത്രിസഭയിൽ ചേരുന്ന നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തല. അയഞ്ഞാൽ മുതിർന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് സുപ്രധാന വകുപ്പ് തന്നെ നൽകേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ച് ശേഷമായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെന്നിത്തലയെ കാണാൻ പോയത്. എന്തായാലും പിണറായി വിജയൻ ഇതുവരെയും വി.ഡി. സതീശന് ആശംസയൊന്നും നൽകിയിരുന്നില്ല. എന്ത് തരത്തിലായിരിക്കും പിണറായി പ്രതികരിക്കുക എന്ന സാമൂഹിക മാധ്യമങ്ങൾ നോക്കി നിൽക്കവെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വി.ഡി. സതീശനെ പിണറായി വിജയൻ സ്വീകരിച്ചത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പുതിയ വാടക വീട്ടിലാണ് പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്നത്. പിണറായിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതായി വി.ഡി. സതീശൻ അറിയിച്ചു. ഒരു സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പുതിയ സർക്കാർ അവസാനിപ്പിക്കേണ്ടതില്ലെന്നും സർക്കാർ തുടർച്ചയാണെന്നും നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തും. പിണറായി സീനിയർ നേതാവാണെന്നും ഭരണപരിചയമുള്ള ആളാണെന്നും സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഭിപ്രായപ്പെട്ടു. പുതിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വന്നു കണ്ടതാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്തായാലും തൻ്റെ ഔദ്യോഗിക കർത്തവ്യനിർവഹണത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപ് വി.ഡി. സതീശൻ പ്രമുഖരായ നേതാക്കളെ വീട്ടിൽ ചെന്ന് കാണുന്ന ദിവസമാണിന്ന്. ഇന്നലെ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെയും MLA കൂടിയായ മകൻ ചാണ്ടി ഉമ്മനെയും സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതിർന്ന നേതാക്കൾ കാർത്തികേയൻ്റെ ഉൾപ്പെടെയുള്ള വീടുകളിൽ പോയിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ചെന്നിത്തലയെ കണ്ടു, പിണറായി വിജയനെയും കണ്ടു. എന്തായാലും തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അതിനു മുൻപ് എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ അനുഗ്രഹം മേടിച്ച് തന്നെയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്നാണ് സാമൂഹിക മാധ്യമങ്ങൾ പറയുന്നത്.